ചരിത്രപരമായ തീരുമാനവുമായി കേരള കലാമണ്ഡലം. ലിംഗഭേദമന്യേ മോഹിനിയാട്ടത്തിൽ എല്ലാ കുട്ടികൾക്കും പ്രവേശനം ഉറപ്പാക്കും. വൈകിപ്പോയെങ്കിലും മാറ്റത്തിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ സന്തോഷമെന്ന് ഭരണസമിതി അംഗങ്ങൾ ജനം ടിവിയോട് പറഞ്ഞു. വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, കൂടുതൽ വിശദാംശങ്ങൾ. രോഹിണി, കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം ഡിപ്പാർട്ട്മെന്റിൽ നേരത്തെ തന്നെ ഈ ലിംഗവിവേചനം നിലനിൽക്കുന്നുവെന്ന പരാതിയൊക്കെ തന്നെ ഉയർന്നിരുന്നു. വലിയ തരത്തിലൊരു ആരോപണം ഉയർന്ന സമയത്താണ് ഇത്തരത്തിൽ ഭരണസമിതി യോഗം ചേർന്നത്. കൃത്യമായും പുതിയ ഭരണസമിതി അംഗങ്ങളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആദ്യ യോഗമായിരുന്നു. ഈ യോഗത്തിലാണ് ചരിത്രപരമായ ഒരു തീരുമാനം കൂടെ എടുക്കുന്നത്. കാരണം മോഹിനിയാട്ടത്തിൽ ഇനി മുതൽ എല്ലാ വിദ്യാർത്ഥികൾക്കും, ലിംഗഭേദമന്യേ എല്ലാ വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ നൽകുവാനാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. നേരത്തെ തന്നെ കഥകളി ഡിപ്പാർട്ട്മെന്റുകളിൽ ഉൾപ്പെടെ പെൺകുട്ടികൾക്കും അഡ്മിഷൻ നൽകിയിരുന്നു. അവശേഷിച്ചത് ഈ ഒരു മോഹിനിയാട്ടം ഡിപ്പാർട്ട്മെന്റ് മാത്രമായിരുന്നു. എന്നാൽ ഇനി മുതൽ അതൊരു ചരിത്രപരമായിട്ടുള്ള ഒരു മാറ്റം തന്നെ കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇന്ന് VCയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു യോഗം ചേർന്നത്. അതിലാണ് കൃത്യമായൊരു നിലപാടും സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഇനി വരും വർഷങ്ങളിലെ അഡ്മിഷൻ കമ്മിറ്റി കുട്ടികളുടെ അഭിരുചി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു അഡ്മിഷൻ നൽകുക. അതിലെ ആനുപാതികമൊക്കെ തന്നെ ആൺകുട്ടികൾക്ക് എത്ര, പെൺകുട്ടികൾ എത്ര എന്നല്ല, അഭിരുചികൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു അഡ്മിഷൻ നൽകുക. അതോടൊപ്പം തന്നെ പുതിയ 3 കോഴ്സുകളും കലാമണ്ഡലം നടപ്പിലാക്കുന്നുണ്ട്. അതിൽ ഇത്തരത്തിൽ ലിംഗഭേദമന്യുള്ള വിദ്യാർത്ഥികൾക്ക് തന്നെയാണ് കൃത്യമായും ഈ പ്രവേശനം ഉറപ്പിക്കുക. നേരത്തെ തന്നെ ഇതിലൊരു ജനറൽ പ്രശ്നം ഇല്ല എന്നുള്ള കാര്യം അവിടെയുള്ള ഭരണസമിതി അംഗങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അല്പം വൈകിപ്പോയെങ്കിലും ഈ ഒരു മാറ്റത്തിന്റെ ഭാഗമാകുവാൻ കഴിഞ്ഞതിൽ അഭിമാനമാണെന്നാണ് ഭരണസമിതി അംഗങ്ങളും വ്യക്തമാക്കുന്നത്. രോഹിണി, ശരി മനോജ്. ചരിത്രപരമായ തീരുമാനവുമായി കേരള കലാമണ്ഡലം. ലിംഗഭേദമന്യേ മോഹിനിയാട്ടത്തിൽ എല്ലാ കുട്ടികൾക്കും പ്രവേശനം ഉറപ്പാക്കും. മനോജാണ് വിവരങ്ങൾ നൽകിയത്.